ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ജീവനക്കാരുടെ നേഴ്സുമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി ടൈം പ്രത്യേകിച്ച് നേഴ്സുമാരുടെ 6 മണിക്കൂറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 ഷിഫ്റ്റായിട്ടാണുള്ളത്. പകൽ 2 ഷിഫ്റ്റും രാത്രി 1 ഷിഫ്റ്റുമായിട്ടാണ് ചില ഹോസ്പിറ്റലുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ ആ നിലയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരെ നിയമിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിലും ഈ വൻകിട ഹോസ്പിറ്റലുകൾ കാണിക്കുന്ന ഒരു മര്യാദയില്ലായ്മ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല സ്ഥാപനങ്ങളിലും കർണാടകത്തിലും അതുപോലെ അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി നേഴ്സിംഗ് പഠിച്ച് സ്വന്തം നാട്ടിൽ വന്ന് ജോലി ചെയ്യാമെന്ന് വച്ചാൽ നേഴ്സുമാർക്ക് പലപ്പോഴും ട്രെയിനി ആയിട്ട് കയറേണ്ട അവസ്ഥയാണുള്ളത്. 1-2 വർഷം ട്രെയിനി ആയിട്ട് ചില കുട്ടികൾ പൈസ കൊടുത്ത് ഹോസ്പിറ്റൽ ട്രെയിനി ആയിട്ട് പോകുന്നുണ്ട്. 10,000-5,000 രൂപ മാസം കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് പലർക്കും ട്രെയിനിങ്ങിന്. ഇങ്ങനെ ട്രെയിനി ആയി എടുക്കുന്ന ആളുകളെ ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പുറത്തേക്ക് പോകാനാണ് പല കുട്ടികൾക്കും താല്പര്യം. എന്നാൽ നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പോലും അവിടെ നല്ലൊരു ശമ്പളത്തിൽ ജോലി കൊടുക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എക്കാലത്തും ട്രെയിനിങ് ആയിട്ടുള്ള കുട്ടികളെ ഇവർക്ക് യഥേഷ്ടം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് ജീവനക്കാരെ നല്ല ശമ്പളത്തിൽ നിയമിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ മൊത്തം ട്രെയിനികളായി നിർത്തി ഹോസ്പിറ്റലുകളിലെ ചിലവ് ചുരുക്കാമെന്ന് അവർക്കറിയാം. വലിയ തുക രോഗികളിൽ നിന്ന് പിഴിഞ്ഞ് ഈടാക്കുമ്പോഴും ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഒട്ടേറെ യുവ ഡോക്ടർമാർ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും യാതൊരുവിധ വരുമാനവും ഇവർ കൊടുക്കുന്നില്ല. അങ്ങോട്ട് പൈസ കൊടുത്താണ് അവർ ഡോക്ടർമാരുടെ സേവനം നടത്തുന്നത്. ഈ ഹോസ്പിറ്റലുകളൊക്കെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ സീനിയർ ആയിട്ടുള്ള നേഴ്സുമാരേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ ജൂനിയർ ആയിട്ടുള്ള ഈ കുട്ടികളാണ്. അതുപോലെ ജൂനിയർ ഡോക്ടേഴ്സുമാരാണ്. മറ്റുള്ളവർ അവരുടെ ഡ്യൂട്ടി ടൈമിൽ കറക്റ്റ് ആ ഡ്യൂട്ടി ടൈമിൽ മാത്രമാണ് അവർ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവൻ ജോലി എടുക്കുന്ന ഇവരാണ്. ഇവർക്ക് യാതൊരുവിധ വരുമാനവും ഒരു വണ്ടിക്കൂലിക്കുള്ള പൈസ പോലും ഈ ഹോസ്പിറ്റലുകളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ഹോസ്പിറ്റലുകളിലും പുതിയ ആളുകളെ നിയമിക്കാതെ ഈ ട്രെയിനികളെ വച്ച് മാക്സിമം അവരെ ചൂഷണം ചെയ്ത് അവരെ മുതലാക്കിക്കൊണ്ട് വൻകിട തട്ടിപ്പുകൾ നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളാണ്, വലിയ വലിയ കഴുത്തറപ്പൻ ഹോസ്പിറ്റലുകളാണ് നമ്മുടെ നാട്ടിൽ അധികവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ അനുദിനം എന്നോണം വീണ്ടും വീണ്ടും മുളച്ചു പൊന്തുന്ന ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.